ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിന് കയറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും അതിൻ്റെ ക്യാമ് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ, കമ്പനി ലൈനർ, പുതിയ ലൈനർ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്തിടാം. പിന്നെ ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ വലിയ പഴക്കമില്ലാത്ത ഫിൽറ്റർ കിടക്കണേ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. സൈലൻസറിൻ്റെ അവിടെ ഭാഗത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈലൻസർ അസംബ്ലി പടി ആ സെറ്റ് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീല് നമ്മൾ ചെറിയൊരു ഷെയ്ക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ബെയറിങ്ങിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ബെയറിങ് ഒരു പ്ലേ കാണിച്ചു തുടങ്ങിയത് ആരംഭമാണ്. അപ്പോൾ കൈയോടെ നമുക്കത് നമ്മളിപ്പോൾ കറങ്ങുന്ന സമയത്ത് തന്നെ ഒരു കറകറാന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കതിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് വരും ഇത്. അപ്പോൾ കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ് കേട്ടോ. കാരണം ഞാൻ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമായാലും ടയറൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും നമുക്ക് അത്യാവശ്യം നല്ല ലൈനർ കിടക്കണം. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. ബ്രേക്ക് കേബിളുകളൊക്കെ ആയാലും വേറെ പറയത്തക്ക വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കംപ്ലൈൻറ്റ് എന്ന് പറയാനുള്ള ഇതിനകത്തേക്കൊന്നും ആയിട്ടില്ല. സാധാരണ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാറ് കേട്ടോ. പിന്നെ ബാറ്ററി കൂടി നമ്മൾ നോക്കണുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2003 മോഡലാണ്. ഓൾറെഡി വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. എങ്കിൽ കൂടി നമുക്ക് ജനറൽ സർവീസ് പറയുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.68 കാണിക്കുന്നുണ്ട്. 12 വോൾട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടാണ്. നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ 12 വോൾട്ടും 4 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുമ്പോഴായാലും ഓക്കെ ആയിട്ടാണ് കാണിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ബാറ്ററി വാറണ്ടി പീരീഡിലുള്ളത് കൊണ്ട് തന്നെ പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. എങ്കിൽ കൂടി സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തെന്നുള്ളൂ. വേറെ പറയത്തക്ക വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ സർവീസ് മെയിനായിട്ട് നമുക്ക് സർവീസാണ് വന്നുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ എന്തെങ്കിലും മാറേണ്ടതാണ്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഒടിഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അത്രയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ റിഫ്ലക്ടറൊക്കെ ഫേഡായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. തൽക്കാലം കേട്ടോ ഹെഡ്ലൈറ്റ് ഒരുപാട് ഫേഡായി പോയപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വെട്ടക്കുറവ് കാണിക്കും. അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഇപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.